എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, സംഭവം എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. ഒരു ഷോർട്സ് വീഡിയോ കണ്ടതാണ് കേട്ടോ. അതിനകത്ത് കാണിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു അമ്മ അവർ ഭിക്ഷ എടുക്കാനായിട്ട് വരുന്നതാണ്. ഒരു ഭിക്ഷക്കാരിയായിട്ടുള്ള ഒരു അമ്മയാണ്. അവർ വരുന്നു. അവരൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു വീട്ടുടമസ്ഥന് അത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാവണം അവരുടെ ദേഹത്തേക്ക് വെള്ളം ചീറ്റി ഒഴിക്കുന്നത്. ഓസ് വഴി, വലിയ ഓസ് വഴി അവരുടെ ദേഹത്തേക്ക് വെള്ളം ചീറ്റി ഒഴിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശരിക്കും ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ അവരെ കുളിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കാണുന്നതാണ്, നമ്മൾ ഒരുപാട് വീഡിയോസുകൾ അങ്ങനെ യൂട്യൂബിൽ കാണുന്നതാണ്. ഇങ്ങനെ തെരുവുകളിലൊക്കെ കിടന്ന് അലഞ്ഞു തിരിയുന്ന ആളുകളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു, അവരെ കുളിപ്പിക്കുന്നു, പുതിയ വസ്ത്രങ്ങൾ ഇടുന്നു, നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു, മുടി ചീകി കൊടുക്കുന്നു, മുടി ചീകി കെട്ടിക്കൊടുക്കുന്നു, തലമുടി ജട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അത് വെട്ടിക്കളയുന്നു. ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ ധാരാളം സോഷ്യൽ മീഡിയ വഴി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു അമ്മയുടെ കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എന്നാൽ ആ ഒരു സാധനങ്ങൾ സാധാരണ ഇങ്ങനെ ഒരാളുടെ ദേഹത്തേക്ക് വെള്ളം ചീറ്റി ഒഴിച്ച് അവരെ കുളിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് മാറ്റി വച്ചതിന് ശേഷം ആരെങ്കിലും അവരെ പിടിച്ചു വെച്ച് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവരെ ഒരിടത്ത് നിർത്തിയിട്ടോ ഒക്കെയാണ് സാധാരണ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, ചീറ്റി ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ, ആ ഒരു അമ്മ റോഡിലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു മതിൽക്കെട്ടിനുള്ളിൽ നിന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. നമുക്ക് കാണുമ്പോൾ, വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഇങ്ങനെ വെള്ളം അവരുടെ ദേഹത്തേക്ക് ഇങ്ങനെ വലിയ ഓസ് വഴി ഇങ്ങനെ ചീറ്റി ഒഴിക്കുന്നു. ഈ അമ്മ ബാക്കിലോട്ട് പോകുന്നു. വീണ്ടും അവരുടെ ദേഹത്തേക്ക് തന്നെ നല്ല രീതിയിൽ, നല്ല പ്രഷറിൽ വെള്ളം പമ്പ് ചെയ്തൊഴിക്കുന്നു. ശരിക്കും എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ദൈവം നല്ലത് കൊടുക്കും എന്ന് പറയാം. പക്ഷെ എനിക്കിത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ മേടിച്ച് മാറ്റി വെച്ചിട്ട് ആരെങ്കിലും ചുറ്റും നിൽക്കുന്നതായിട്ട് കാണും. ഇത് കുറച്ച് അയൽപ്പക്കത്തുള്ള ആളുകൾ മാറി നിന്ന് കയ്യും കെട്ടി ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലാണ്ട് ഇവരെ കുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊന്നും ആരും തയ്യാറെടുക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് പറയാനായിട്ട് തോന്നുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ പോട്ടെ, പക്ഷേ അതേസമയം അതല്ല. ഈ ഒരു അമ്മച്ചി നിങ്ങളുടെ വീട്ടിൽ ഭിക്ഷ എടുക്കാനായിട്ട് ഭിക്ഷ യാചിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെടാതെ നിങ്ങൾ ഇത് ചെയ്തത് എങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിന്റെ മുന്നിൽ എപ്പോഴെങ്കിലും ഇതിന് നിങ്ങൾ സമാധാനം പറഞ്ഞേ മതിയാവൂ. അത്തരത്തിലുള്ളൊരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ട സാഹചര്യം വിദൂരമല്ല. പിന്നീട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇത് മനഃപൂർവ്വം കാണിച്ച പോകൃത്തരമാണെങ്കിൽ ശരിക്കും ഇവരുടെ പേരിൽ കേസ് എടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു വ്യക്തിയുടെ ദേഹത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് ഒഴിച്ചിട്ട് ഒരു കൂസലും ഇല്ലാതെ അവർ ജീവിക്കുന്നെങ്കിൽ, എത്ര പണമുള്ള ആളുകളോ ആവട്ടെ, അങ്ങനെയുള്ള നെറുകേട് കാണിക്കാൻ കൊള്ളാമോ? എന്തായാലും അത്തരത്തിലുള്ള തെറ്റായ ഒരു രീതി ആയിരുന്നു ഇതെങ്കിൽ അത് കണ്ടു നിന്ന ആളുകൾ പോലീസിനെ അറിയിക്കണമായിരുന്നു. അപ്പോൾ അയൽപ്പക്കത്തുള്ള ആളുകൾ പലപ്പോഴും തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പലരും മൂടി വെക്കുകയാണ് ചെയ്യുന്നത്, പ്രത്യേകിച്ചും കാശുള്ള വീട്ടിലെ ആളുകളാണെങ്കിൽ. ഇവിടെ എന്താണ് റിയലായിട്ട് സംഭവിച്ചതെന്ന് എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ശരിക്കും നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ഓക്കെ, പക്ഷെ എനിക്ക് അത് കണ്ടിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഉദ്ദേശം നല്ല ഉദ്ദേശത്തോടു കൂടി അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് എന്താണ് ഇത് കണ്ടിട്ട് തോന്നുന്നത് എന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തണം. അപ്പോൾ എന്തായാലും തെറ്റായ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ഒരു പ്രവൃത്തി ചെയ്ത ആളുകൾക്ക് നേരെ നിയമ നടപടി ഉണ്ടാവണം എന്നൊരു അപേക്ഷ കൂടി പറയാനുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.